ഇയ്യോബ് 28 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വെള്ളിക്ക് ഒരു ഉത്ഭവസ്ഥാനവും പൊന്ന് ഊതിക്കഴിപ്പാൻ ഒരു സ്ഥലവും ഉണ്ട്. ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു, കല്ലുരുക്കി ചെമ്പെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തിനു ഒരതിർ വെക്കുന്നു, കൂരിരുളിലെയും അന്ധതമസിലെയും കല്ലിനെ അങ്ങേയറ്റം വരെ ശോധന ചെയ്യുന്നു. പാർപ്പുള്ളയിടത്തുനിന്ന് ദൂരെ അവർ കുഴികുത്തുന്നു. കടന്നുപോകുന്ന കാലിനു അവർ മറന്നുപോയവർ തന്നെ. മനുഷ്യർക്കു അകലെ അവർ തൂങ്ങിയാടുന്നു. ഭൂമിയിൽ നിന്നു ആഹാരമുണ്ടാകുന്നു. അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറയുന്നു. അതിലെ പാറകൾ നീലരക്തത്തിന്റെ ഉൽപ്പത്തിസ്ഥാനം. കനകപ്പൊടിയും അതിലുണ്ട്. അതിന്റെ പാത കഴുകൻ അറിയുന്നില്ല. പരുന്തിന്റെ കണ്ണു അതിനെ കണ്ടിട്ടില്ല. പുളച്ച കാട്ടുമൃഗങ്ങൾ അതിൽ ചവിട്ടിട്ടില്ല. ഘോരസിംഹം അതിലെ നടന്നിട്ടുമില്ല. അവർ തീക്കൽപ്പാറയിലേക്ക് കൈനീട്ടുന്നു. പർവ്വതങ്ങളെ അവർ വേരോടെ മറിച്ചു കളയുന്നു. അവർ പാറകളുടെ ഇടയിൽ കൂടെ നാടകളെ വെട്ടുന്നു. അവരുടെ കണ്ണു വിലയേറിയ വസ്തുക്കളെയൊക്കെയും കാണുന്നു. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു. ഗുപ്തമായിരിക്കുന്നതോ അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും? വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? അതിന്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. അത് എന്നിൽ ഇല്ല എന്നു ആഴി പറയുന്നു. അത് എന്റെ പക്കലില്ല എന്ന് സമുദ്രവും പറയുന്നു. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല. അതിന്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുക്കുമാറില്ല. ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരക്തമോ ഒന്നും അതിന് ഈടാകുന്നതുമല്ല. സ്വർണവും സ്ഫടികവും അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറിക്കൊടുപ്പാറില്ല. പവിഴത്തിന്റെയും പളുങ്ങിന്റെയും പേർ മിണ്ടുക വേണ്ട. ജ്ഞാനത്തിന്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. കൂശിലെ പുഷ്പരാഗം അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ട് അതിന്റെ വില മതിക്കാകുന്നതുമല്ല. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അതിന്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു. ദൈവം അതിന്റെ വഴി അറിയുന്നു. അതിന്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട്. അവൻ ഭൂമിയുടെ അറ്റങ്ങളോളവും നോക്കുന്നു. ആകാശത്തിന്റെ കീഴിലൊക്കെയും കാണുന്നു. അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അവൻ മഴയ്ക്ക് ഒരു നിയമവും ഇടിമിന്നലിനു ഒരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവൻ അത് കണ്ടു വർണ്ണിക്കുകയും അത് സ്ഥാപിച്ച് പരിശോധിക്കുകയും ചെയ്തു. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്നു നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളിച്ചെയ്തു.